വ്യാപാര മേഖലയിൽ തൊഴിൽ സംരക്ഷണത്തിനായി സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് തുടക്കമായി. ജനുവരി 13 മുതൽ 25 വരെയാണ് ജാഥ. 16, 17 തീയതികളിൽ ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകും. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക, ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക, വ്യാപാര മേഖലയിൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക, ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക, വാടക നിയന്ത്രണ നിയമം നടപ്പിലാക്കുക, വഴിയോര വ്യാപാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. 13-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനം മുൻ തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസം 13-ാം തീയതി ഒരു പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. 14 പ്രധാനപ്പെട്ട വ്യാപാര മേഖല എന്ന് അനുഭവപ്പെടുന്ന 14 പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി ഒരു വാഹന പ്രചാരണ ജാഥ കേരളത്തിലെ 14 ജില്ലകളിൽ കൂടെ കടന്നു പോകുന്ന രൂപത്തിൽ ഇന്ന് 10 മണിക്ക് ജാഥ സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ മുൻ MLA കാസർഗോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. 14 ജില്ലകളിലെ 80 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം 26-ാം തീയതി തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ അവர்களാണ്. ഈ ജാഥ നമ്മുടെ ജില്ലയിൽ ജനുവരി മാസം 16-ാം തീയതി 11:30 മണിക്ക് നമ്മുടെ ജില്ലാ അതിർത്തിയായ കോട്ടക്കടവിൽ സ്വീകരിച്ച് 12 മണിക്ക് പരപ്പനങ്ങാടിയിൽ ആദ്യ സ്വീകരണം. അതിനുശേഷം 3 മണിക്ക് തിരൂരും, 4 മണിക്ക് മലപ്പുറത്തും, 5 മണിക്ക് മഞ്ചേരിയിലും, 6 മണിക്ക് വണ്ടൂരിലും സ്വീകരണം നൽകും. വണ്ടൂരിൽ സ്വീകരണത്തോടുകൂടി അന്നത്തെ ജാഥ അവിടെ സമാപിക്കും. പിറ്റേ ദിവസം വെള്ളിയാഴ്ച 9 മണിക്ക് പെരിന്തൽമണ്ണയിൽ ജാഥ സ്വീകരണത്തിന് ശേഷം മലപ്പുറം ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിലേക്ക് ജാഥ. ഓൺലൈനിലൂടെ ഓർഡർ നൽകുക, അത് വിദേശ കമ്പനികളായിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാം. ഏറ്റവും കൂടുതൽ ഈ വ്യാപാരികൾ ഇവിടുത്തെ പൊതുസമൂഹത്തെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ വലിയ ദുരന്തം, വെള്ളപ്പൊക്ക ദുരന്തം അടക്കമുള്ള കാര്യങ്ങൾ വ്യാപാരികൾ വീടുകൾ വെച്ച് നൽകി. വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമായ ഫണ്ട് കളക്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അതോടൊപ്പം ഏറ്റവും നന്നായി നിൽക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഈ സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. പത്രക്കാരെന്നുള്ള എനിക്ക് ഞങ്ങളെ സഹായിക്കണം. ജില്ലാ ഭാരവാഹികളായ K സുബ്രഹ്മണ്യൻ, ഹംസ പുല്ലാട്ടിൽ, M നിസാർ അലി, UK അബൂബക്കർ, K അൻവർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.